ഹലോ MC സ്കോഡ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു ബ്രൗസറിൽ നിന്ന് എങ്ങനെയാണ് വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുന്നത് എന്നതിനെ കുറിച്ച് പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 1991 മുതൽ ഇന്നീ കാലം വരെ വെബ്സൈറ്റ്സിന് ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വെബ് ഡിസൈൻ മ്യൂസിയം എന്ന് പറയുന്ന സൈറ്റ് ആണ്. ഈ സൈറ്റ് എന്തിനാണ് ഞാൻ എടുത്തതെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ആദ്യത്തെ വെബ്സൈറ്റ് തൊട്ട് ഓരോ കൊല്ലം കഴിഞ്ഞപ്പോഴും വെബ്സൈറ്റ്സിന് ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൻ്റെതാണ്. 1991 ഓഗസ്റ്റ് 6-നാണ് ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. സേർണിൽ വർക്ക് ചെയ്തിരുന്ന ടിം ബെർണേഴ്സ്ലി എന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് ഈ വെബ്സൈറ്റ് നിർമ്മിച്ചത്. ഈ വെബ്സൈറ്റിന്റെ പ്രധാന ഉദ്ദേശ്യം എന്താണ്? വേൾഡ് വൈഡ് വെബ്, അതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ഈ URL, എന്താണ് ഈ HTML, എന്താണ് HTTP എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളെ ജനങ്ങളെ അറിയിക്കുക എന്നതായിരുന്നു. ടിം ബെർണേഴ്സ്ലി തന്നെയാണ് 1989 വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്. അതായത് ഇന്റർനെറ്റ് മുഖേന വെബ് ബ്രൗസേഴ്സ് വഴി ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മാർഗം. അതാണ് ഈ വേൾഡ് വൈഡ് വെബ്. ലോകത്തിലെ ഫസ്റ്റ് വെബ് സെർവറും ഇവരുടേത് തന്നെയാണ്. CERN HTTPD എന്നാണ് അതിന്റെ പേര്. info.cern.ch എന്ന് ബ്രൗസർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് ഈ ലോകത്തിലെ ആദ്യ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആദ്യത്തെ ഈ വെബ്സൈറ്റിൽ നമുക്ക് ഹെഡിങ് കാണാൻ സാധിക്കും, പിന്നെ ടെക്സ്റ്റും പിന്നെ കുറച്ച് ലിങ്കുകളും മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് 1991 തന്നെ മറ്റൊരു വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്. ഇനി 92 ഇറങ്ങിയ മറ്റൊരു വെബ്സൈറ്റ് നോക്കാം. ഈ വെബ്സൈറ്റിൽ നമുക്ക് ഹെഡിങ്ങും പിന്നെ കുറച്ച് ടെക്സ്റ്റും കുറെ ലിങ്കുകളും പിന്നെ ഒരു ഇമേജും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിൽ വെബ്സൈറ്റിൽ ഇമേജസും വീഡിയോസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അത് പ്ലേ ചെയ്ത് കാണിക്കേണ്ട പ്ലേയേഴ്സ് ഇൻബിൽട്ട് ആയിട്ട് ബ്രൗസറിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് എക്സ്റ്റേണൽ പ്ലേയേഴ്സിന്റെ സഹായത്തോടു കൂടിയായിരുന്നു വ്യൂ ചെയ്തിരുന്നത്. നമ്മുടെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾ ഈ സൈറ്റ് ഒന്ന് റെഫർ ചെയ്യുക. നമുക്കിനി കുറച്ച് ബ്രൗസേഴ്സും അത് സ്ഥാപിതമായ വർഷവും നമുക്കൊന്ന് പരിചയപ്പെടാം. 1991 വേൾഡ് വൈഡ് വെബ് ബ്രൗസർ വന്നു. ഈ ബ്രൗസർ ക്രിയേറ്റ് ചെയ്തത് ടിം ബെർണേഴ്സ്ലി തന്നെയായിരുന്നു. 1992 ലൈൻ മോഡ് ബ്രൗസർ വന്നു. ഈ ബ്രൗസർ ക്രിയേറ്റ് ചെയ്തത് CERN തന്നെയാണ്. ഈ രണ്ട് ബ്രൗസേഴ്സും ടെക്സ്റ്റ് ബേസ്ഡ് ബ്രൗസേഴ്സ് ആണ്. 1993 മൊസൈക് ബ്രൗസർ വന്നു. ഈ മൊസൈക് ബ്രൗസർ ആണ് ആദ്യമായിട്ട് ഇൻലൈൻ ഇമേജ് സപ്പോർട്ടിംഗ് കൊണ്ടുവന്ന ബ്രൗസർ. അതിനു മുന്നേ ഇമേജസ് സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ബ്രൗസറിൽ അത് പ്ലേ ചെയ്യേണ്ട പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് എക്സ്റ്റേണൽ പ്ലെയറിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഇമേജസും വീഡിയോസും ഒക്കെ കണ്ടിരുന്നത്. 1994 നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന ബ്രൗസർ വന്നു. ഈ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ബ്രൗസർ ആണ് 1995 ജാവാസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. പിന്നീട് 1995 ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 1 വന്നു മൈക്രോസോഫ്റ്റിന്റെ. പിന്നെ 96 ഒപ്പറ 1.0 വന്നു. പിന്നീട് 1996 ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 3 വന്നു. ഈ ഒരു ബ്രൗസർ ആയിരുന്നു വേൾഡിൽ ഫസ്റ്റ് ടൈം CSS-ഉം ജാവാസ്ക്രിപ്റ്റും സപ്പോർട്ട് ചെയ്തിരുന്ന ബ്രൗസർ. പിന്നീട് 1998 മോക്സില്ല പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. ഇതൊരു സീരീസ് ഓഫ് പ്രൊജക്റ്റ് ആയിരുന്നു. ഈ പ്രൊജക്റ്റിന്റെ അവസാനമായിരുന്നു ഈ ഫയർഫോക്സ് എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ബ്രൗസർ പുറത്തിറങ്ങിയത്. പിന്നീട് 2000 ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 5-ഉം 5.5-ഉം വന്നു. 2002 മോക്സില്ല 1.0 വന്നു. 2003 ആപ്പിൾ സഫാരി വന്നു. 2004 മോക്സില്ല ഫയർഫോക്സ് 1.0 വന്നു. 2008 ഗൂഗിൾ ക്രോം വന്നു. ഈ ഗൂഗിൾ ക്രോം ആണ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനായ V8. ഈ കാണുന്നത് ഈ ഗൂഗിൾ ക്രോമിലാണ്. ഈ V8 എഞ്ചിൻ കൊണ്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ റൺ ടൈം എൻവയോൺമെന്റ് ആയ Node.js ഉപയോഗിക്കുന്നത്.
ആദ്യത്തെ ജാവാസ്ക്രിപ്റ്റ് വെർഷൻ തയ്യാറാക്കിയത് നെറ്റ്സ്കേപ്പിലെ തന്നെ ഡെവലപ്പറായ ബ്രണ്ടൻ ഈച്ച് ആണ്. ജാവാസ്ക്രിപ്റ്റിന്റെ ആദ്യത്തെ പേര് മോച്ച എന്നായിരുന്നു, പിന്നീട് ലൈവ് സ്ക്രിപ്റ്റ് എന്നാക്കി, പിന്നീട് 95ന്റെ അവസാനത്തോടെ ജാവാസ്ക്രിപ്റ്റ് എന്ന പേരാക്കി. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് 1996 ആദ്യമായിട്ട് ബ്രൗസറിൽ CSS കൊണ്ടുവന്നത്. ഈ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇവരുടേത് തന്നെയായ പുതിയൊരു വെർഷൻ VB സ്ക്രിപ്റ്റ് എന്ന പേരിലായിരുന്നു ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ ഉപയോഗിച്ചിരുന്നത്. 1995 മുതൽ വേൾഡിൽ ഒരു ബ്രൗസർ വാർ ആയിരുന്നു നടന്നിരുന്നത്. കാരണം ഈ നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിൽ സപ്പോർട്ട് ചെയ്യുന്ന പല ഫീച്ചേഴ്സും ഈ ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ ബ്രൗസറിൽ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. കാരണം രണ്ട് ബ്രൗസേഴ്സും പലതരം സ്പെക്സുമായിട്ടാണ് പുറത്തു വന്നിരുന്നത്. ഇവരുടെ തന്നെയായ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലും ഈ പ്രത്യേകത ഉണ്ടായിരുന്നു. രണ്ടും വെവ്വേറെ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഡെവലപ്പേഴ്സിന് വലിയൊരു തലവേദനയായിരുന്നു. ഡെവലപ്പേഴ്സ് എപ്പോഴും ഈ CSS എഴുതുന്ന സമയത്തും ജാവാസ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും ഈ രണ്ട് ബ്രൗസേഴ്സിന് വേണ്ടി രണ്ട് തരം കോഡ് എഴുതുമായിരുന്നു. ഇതിനെ ബ്രൗസർ സ്നിഫിംഗ് എന്ന് പറയും. എന്നിട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് ബ്രൗസർ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച ഫയലായിരുന്നു കൊടുത്തിരുന്നത് സർവർ. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി 2000ന്റെ തുടക്കത്തിൽ ഒരു വെബ് സ്റ്റാൻഡേർഡ് മൂവ്മെന്റ് ആരംഭിച്ചു. അതിന്റെ അനന്തരഫലമായിട്ടാണ് എല്ലാ ബ്രൗസേഴ്സും യൂണിഫൈഡ് ആയ സ്പെക്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 1997 എക്മ സ്റ്റാൻഡേർഡ്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് പുറത്തിറക്കി. ഇവരുടെ സ്റ്റാൻഡേർഡ്സ് ആണ് പിന്നീട് എല്ലാ ബ്രൗസേഴ്സും അവരുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് അതൊരൊറ്റ ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആയിട്ട് മാറി. ആദ്യകാലങ്ങളിൽ ബ്രൗസേഴ്സ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിരുന്നത് മൗസ് ഹോവർ ചെയ്യുമ്പോൾ ഇമേജസ് സ്വാപ്പ് ആവുക, വിൻഡോ പോപ്പപ്പുകൾ കാണിക്കുക, അലർട്ടുകൾ കാണിക്കുക, ഫോം വാലിഡേറ്റ് ചെയ്യുക, ഡോം മാനിപ്പുലേഷൻ, അതായത് കണ്ടന്റുകൾ ഡൈനാമിക്കലി ചേഞ്ച് ആവുക എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. 2005-2007 കാലഘട്ടത്തിൽ അജാക്സ് കൂടുതൽ പോപ്പുലർ ആവാൻ തുടങ്ങി. അതായത് അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. ബ്രൗസർ റീലോഡ് ചെയ്യാതെ സർവറിൽ നിന്ന് ഡാറ്റാസ് ഫെച്ച് ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് അജാക്സ് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം ബ്രൗസർ ഏതൊക്കെ സമയത്ത് ബ്രൗസർ റീലോഡ് ആവുമോ അപ്പോഴെല്ലാം തന്നെ സർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോവുകയും സർവർ നമുക്ക് വേണ്ട ഫയല് തിരിച്ച് അയക്കുകയും ചെയ്യുന്നു. അജാക്സിന്റെ വരവോടുകൂടി ഡൈനാമിക് വെബ്സൈറ്റ്സിന്റെ നിർമ്മാണത്തിന് വലിയൊരു പങ്കാണ് വഹിച്ചത്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഒരു ബ്രൗസറിന്റെ ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഒരു കണ്ടന്റ് ഇവിടെ കാണിക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ HTML ഫയൽസ് സർവറിൽ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഇത് ഓരോ തവണയും നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് വേറൊരു പുതിയൊരു HTML ഫയലായിരുന്നു സർവർ നമുക്ക് അയച്ചു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അജാക്സിന്റെ വരവോടുകൂടി നമ്മൾ ബ്രൗസർ റീലോഡ് ചെയ്യാതെ സർവറിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്ത് ഡോം മാനിപ്പുലേഷൻ വഴി അത് ഡൈനാമിക്കലി റെൻഡർ ചെയ്ത് കാണിക്കുന്നു. 2006 jQuery വന്നു. ഈ jQuery ഈ ഡോം മാനിപ്പുലേഷൻ കുറച്ചുകൂടി ഈസി ആക്കി. 2006 മുതൽ 2013 വരെ വേൾഡിൽ എല്ലാ ഡെവലപ്പേഴ്സും ഈ jQuery ഉപയോഗിച്ച് വന്നിരുന്നു. പിന്നീട് 2010 ഗൂഗിൾ ആംഗുലാർ ഫ്രെയിംവർക്ക് പുറത്തിറക്കി. 2013 ഫേസ്ബുക്ക് റിയാക്ട് എന്ന് പറയുന്ന UI ലൈബ്രറി പുറത്തിറക്കി. ഈ ആംഗുലാറും റിയാക്റ്റും ഒക്കെ തന്നെ കോമ്പണന്റ് ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കോമ്പണന്റ് ആർക്കിടെക്ചർ വെബ് ആപ്പിൽ കുറച്ചുകൂടി വെബ് ആപ്പ് സ്കെയിലബിൾ ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. അത് ഈ വെബ്സൈറ്റ്സിന്റെ എവല്യൂഷനെ പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം.